വീണ്ടും സുരേഷ് ഏട്ടൻ. സുരേഷ് ഏട്ടാ, നിങ്ങൾ കേരളം എടുക്കോ? ഈ കേരളം ഞങ്ങൾ സുരേഷ് ഏട്ടൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ട്രെൻഡാണ്. സുരേഷ് ഏട്ടൻ ഒരു സംഖ്യയുടെ കൈ തട്ടിത്തെറിപ്പിച്ച് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലാണ്. ഈ വീഡിയോ ആണത്. 5.3 മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട്. അതായത് ഏകദേശം 53 ലക്ഷം ആൾക്കാരിൽ കൂടുതൽ കണ്ടിട്ടുണ്ട്. ഈ വീഡിയോ കാണാത്തവർ ഈ വീഡിയോ എന്തായാലും കാണണം. കണ്ടു കഴിഞ്ഞാൽ ചിരി വരാത്ത നിൽക്കൂല. കാരണം ഒരു സംഖ്യയെ അപമാനിക്കുന്നതിന് ഒരു ലിമിറ്റൊക്കെ ഇല്ല സുരേഷ് ഏട്ടൻ നിങ്ങൾക്ക്. എനിക്ക് ചിരി വന്ന വേറൊന്നുമല്ല, ഈ വീഡിയോയുടെ ക്യാപ്ഷൻ വായിച്ചു നിങ്ങൾ. ഒരു സംഖ്യയുടെ അവസ്ഥ എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഗതികേട്. കാരണം വേറൊന്നുമല്ല, ഇത്ര അപമാനം സഹിച്ചുകൊണ്ട് വീണ്ടും സുരേഷ് ചേട്ടന്റെ പുറകെ നടന്നു പോകുവാൻ ഞമ്മക്കാർക്കും കഴിയൂല, പക്ഷെ സംഖ്യകൾക്ക് കഴിയും. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മൈൻഡ്. നമുക്കിന്ന് സുരേഷ് ചേട്ടന്റെ തമ്പുരൻ മൈൻഡ് എങ്ങനെയാണെന്ന് പരിശോധിക്കാനുണ്ട്. ഓക്കെ, നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം. അതെന്താ സ്ക്രീനിൽ എഴുതി വെച്ചിക്കത്? തമ്പുരാന് ഒട്ടും ധാർഷ്ട്യം ഇല്ലത്രേ, അല്ലേ? അങ്ങനെയല്ലേ എഴുതി വെച്ചിക്കത്? എന്തായാലും നമുക്ക് കാണാം. സുരേഷ് ചേട്ടൻ വരുമ്പോ തന്നെ എന്നെ താഴ്ന്ന ജാതിയിലുള്ള ആരും സ്പർശിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എല്ലാവരും ബ്ലോക്ക് ആയിക്കൊണ്ടാണ് വരുന്നത്. സുരേഷ് ചേട്ടൻ ആ സംഖ്യയുടെ കൈ തട്ടിത്തെറിപ്പിക്കുന്നതിനിടയിൽ ഒരു ഡയലോഗ് കൂടി പറഞ്ഞിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നല്ലേ. നിന്നെ പോലെയുള്ള താഴ്ന്ന ജാതിക്കാർ, എന്നെ പോലെയുള്ള മുതിർന്ന ജാതിക്കാർ പോകുമ്പോൾ കൈ വെച്ച് തടക്കാൻ നീ ആരടാ, അല്ലേ? അത് സുരേഷ് ചേട്ടന്റെ ശൈലിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയായനെ. ഇത് ഇത്രയും വിവാദമാവാൻ കാരണം വേറൊന്നുമല്ല, സുരേഷ് ഏട്ടനെ ജയിപ്പിച്ച ആൾക്കാരാണ് തൃശ്ശൂരുള്ളത്. ആ തൃശ്ശൂരിലുള്ള ആൾക്കാർ മനസ്സിലാക്കണം, നിങ്ങൾ വോട്ട് ചെയ്തത് ഏത് കാറ്റഗറിയിലുള്ള മൈൻഡുള്ള ആൾക്കാർക്കാണെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാരുടെ കൈയൊക്കെ തട്ടിത്തെറിപ്പിക്കുകയാണ്. ഞാൻ വലിയ രാജാവാണെന്നാണ് വിചാരിച്ചു വെച്ചിട്ടുള്ളത്. സത്യം അല്ല, തൃശ്ശൂരുള്ള ആളുകൾക്ക് ഇത് തന്നെ വേണം. എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എംപിയുടെ അടുത്തൊക്കെ പോകുമ്പോൾ വളരെ യാചിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ തൃശ്ശൂരുള്ള ആളുകൾക്കുള്ളത്. എന്നാൽ നിങ്ങൾ അത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. ആ പാവം സംഖ്യ നെട്ടിപ്പോടാ. പാവം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂല ഇങ്ങനെ എന്റെ കൈയൊക്കെ തട്ടിത്തെറിപ്പിക്കും. അയാൾ വലിയ വാളണ്ടിയറിനെ പോലെ കൈയൊക്കെ വെച്ച് ബ്ലോക്ക് ആക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. സുരേഷ് ചേട്ടൻ എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ആ പാവം സംഖ്യയുടെ മുഖം നോക്കണല്ലേ, കാണുമ്പോ തന്നെ സങ്കടം വരുന്നത്. അയാൾ തന്നെ നെട്ടിപ്പോയി. അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല സുരേഷ് ചേട്ടൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുമെന്ന്. ഞാൻ ഇതിനു മുൻപേ പറഞ്ഞതാണ്. കാരണം വേറൊന്നല്ല, സുരേഷ് ചേട്ടൻ എനിക്ക് താഴ്ന്ന ജാതിക്കാരൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ധാർഷ്ട്യമാണ്. ആ ഒരു ധാർഷ്ട്യം ഇപ്പോൾ ഡബിളായിട്ടുണ്ട്. അതിന് കാരണം വേറൊന്നല്ല, ഇവര് MP കൂടിയല്ലേ, ധാർഷ്ട്യം ഡബിളാകാതിരിക്കുവോ? സുരേഷ് ചേട്ടനൊന്നും ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ട ആളല്ല. രാജഭരണമൊക്കെ ഇല്ല. ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ സുരേഷ് ചേട്ടൻ എനിക്ക് ഈ പറ്റിയ കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായേനെ. ഇപ്പൊ അതേപോലത്തെ ആൾക്കാരൊന്നും കാണാൻ പറ്റൂല. ഒരാൾക്ക് ഒരിക്കലും ഒരാൾ അത്ര ബഹുമാനിക്കൊന്നുമില്ല. അതാണ് മുത്തേ കോമഡി കേട്ടാ. ഈ വീഡിയോ എഡിറ്റ് ചെയ്തത് ആരാണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. അവസാനം എഴുതി വെച്ചതുണ്ടോ, പാവം സംഖ്യന്ന്. സംഖ്യക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ടാവില്ലാടാ. പിന്നെയും സുരേഷ് ചേട്ടന്റെ ബേഗും താങ്ങിട്ട് പിന്നെയും പോയിട്ടുണ്ടാവും. പാവണ്ടാവും. അവരുടെ അവസ്ഥയൊക്കെ ആലോചിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു വിഷയം വിട്ടെ, സുരേഷ് ചേട്ടൻ 2 ആഴ്ചന്റെ ഇടയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ സുരേഷ് ചേട്ടൻ എനിക്ക് കേരളം എടുക്കണം പോലെ, പാലക്കാട് ഫസ്റ്റ് എടുക്കും, പിന്നെ കേരളം എടുക്കുന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് ആ ഒരു ഇന്റർവ്യൂ കാണാം. തൃശ്ശൂർ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ തൃശ്ശൂരിലുള്ള ആൾക്കാർ ചിന്തിച്ചുകൊണ്ട് 2 പ്രാവശ്യം കൊടുത്തില്ല. 3ാമത്തെ പ്രാവശ്യം ചിന്തിക്കാനുള്ള കഴിവ് അവന്മാർക്ക് ഇല്ലാതായിപ്പോയി. അത്രയും വലിയ PR വർക്കൊക്കെ ചെയ്ത് 3ാമത്തെ പ്രാവശ്യം തൃശ്ശൂർ എടുത്ത്. ഈ തൃശ്ശൂർ എനിക്ക് നിങ്ങളെ തരണം എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ലൊരു ശൈലല്ലേ, നല്ല രസമാണ് സുരേഷ് ചേട്ടന്റെ സംസാരം കേൾക്കാൻ. പക്ഷെ എന്ത് പറയാ, ഉള്ളിലുള്ള ജന്മി ഇടയ്ക്കിടയ്ക്ക് പുറത്തിയാടിയിട്ട് വല്ലാത്ത അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുക. സമ്മതിച്ചു കൊടുക്കണം. സുരേഷ് ചേട്ടന്റെ തൊലിക്കട്ടി സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം 2 പ്രാവശ്യം തോറ്റ് തൊപ്പിയിട്ടിട്ട് പോയിട്ട് വീണ്ടും വന്നിട്ട് തൃശ്ശൂർ പിടിച്ചുള്ള ആളാണ് സുരേഷ് ചേട്ടൻ. ഭയങ്കരമായിട്ടുള്ള ആള് തന്നെയാണ്. പാലക്കാട് നിന്ന് എനിക്കത് മാറ്റി പറയേണ്ടി വരും. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ. ഇപ്പോ അടുത്ത പാലക്കാട് പിടിക്കാനാണ് സുരേഷ് ചേട്ടന്റെ ശ്രമം. കാത്തു നിന്നോ. പക്ഷെ പാലക്കാട് ഒരു കുറെ സംഖ്യകളുണ്ടടാ. എണ്ണത്തിൽ കൂടുതലാണ് സംഖ്യകൾ അവിടെ. പക്ഷെ ബുദ്ധി പേരുള്ള ആൾക്കാരുണ്ടെങ്കിൽ പാലക്കാട് ഒരിക്കലും കൊടുക്കൂല. ഒരുപക്ഷെ പാലക്കാട് ഇവന്മാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനസ്സിലുള്ള വർഗീയത ഒന്നും കൂടി പുറത്തിയാടാൻ ചാൻസ് കൂടുതലാണ്. കാരണം തൃശ്ശൂർ മാത്രം ജയിച്ചപ്പോൾ തന്നെ ഇവന്മാർ എന്തൊക്കെ പ്രശ്നം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള കൈകൊണ്ട് മനസ്സിലാവും. അതുകൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യണം. നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ. ഈ കേരളം നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇങ്ങനെ ചോദിക്കാനെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റില്ലാലോ. കാരണം വേറൊന്നല്ല, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനവും കേരളവും വെച്ചിട്ടൊന്ന് നോക്ക്. അപ്പൊ മനസ്സിലാവും ഈ സംഘികളുടെ BJPയുടെ NDAയുടെ ഭരണത്തിന്റെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. കേരളം എല്ലാത്തിലും മുന്നിലാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഇവിടെ ഇതുവരെ BJP ഭരിക്കാത്തത് കൊണ്ടാണ്. എല്ലാത്തിനും അവസാനമായിട്ട് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJPയെ തന്നെ ജയിപ്പിച്ചിട്ട് നമ്മളുടെ കേരളം നശിപ്പിക്കുക.
ആ ട്രോളേഴ്സ് എടുത്തിട്ട് ഇനി ഒന്ന് പെനട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ സുരേഷ് ചേട്ടനിക്ക് അറിയാം ഇതിനൊക്കെ ട്രോള് വരുന്നത്. സുരേഷ് ചേട്ടൻ സ്വന്തമായിട്ട് പറയാണ് എല്ലാവരും ട്രോൾ ഉണ്ടാക്കുക, ഞങ്ങളെ വളർത്തുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബുദ്ധി വിവരമുള്ള ആള് ട്രോള് കണ്ടിട്ട് നിങ്ങളുടെ പാർട്ടിയിലോട്ട് വരില്ല. വിവരം നഷ്ടപ്പെട്ട പോയ ആൾക്കാരെ നിങ്ങളുടെ പാർട്ടിയിലോട്ട് വരുള്ളൂ. അതൊന്നും മനസ്സിലാക്കി സുരേഷ് ചേട്ടാ. അപ്പൊ ഇതിൽ നല്ല വീഡിയോ വീണ്ടും കാണാം. ഫോളോ ചെയ്യാം. ബൈ.